ആൻസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു പുതിയ റിവ്യൂ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു ഗോപ്രോ ഹീറോ 7 ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത്. അങ്ങനെ ആമസോണിൽ ഒരു ഓഫറിന് ഞങ്ങൾ ഓർഡർ ചെയ്തു. ആ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് കൈ കിട്ടിയെന്ന്. അപ്പോൾ ഗോപ്രോ ഹീറോ 7 ഹോളിഡേ പാക്ക് ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറായിരുന്നു ഇത് ഞങ്ങൾക്ക് 27,000 കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. നോർമലി ഗോപ്രോയുടെ വെറും ക്യാമറ മാത്രമാണ് ഉണ്ടാവാറ്. ഇതൊരു പാക്കേജാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 2-3-4 ആക്സസറീസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്, അത് ചെറിയ ഓഫർ പ്രൈസിന്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് നല്ലൊരു ഓഫറിന് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് ഇതിൻ്റെ അകത്തുള്ള ക്യാമറയും അതിൻ്റെ ആക്സസറീസൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും ഒരു റിവ്യൂ തന്നെ ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഗോപ്രോ ഹീറോ 7 ബ്ലാക്കിൻ്റെ സ്പെഷ്യൽ ബണ്ടിൽ ഹോളിഡേ പാക്ക്. നോർമലി നമ്മൾ ഗോപ്രോ ക്യാമറ വാങ്ങിക്കുമ്പോൾ അത് ഒരു ക്യാമറ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ക്യാമറയ്ക്ക് 35,000 വരെ ആണ് ആമസോണിൽ പ്രൈസ് ഉണ്ടാവുക. ഇത് ഞങ്ങൾക്ക് ഹോളിഡേ ബണ്ടിൽ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ എഡിഷനാണ്. ഇതിൽ നമുക്ക് ഗോപ്രോ ക്യാമറയും കിട്ടി, അതിൻ്റെ കൂടെ വേറെ ആക്സസറീസ് ഉണ്ട്. ഇതിന് 27,000 നമുക്കായിട്ടുള്ള ഓഫറിന്. ഇതിൻ്റെ കൂടെ ഇവർ പറയുന്ന ഗോപ്രോ ക്യാമറ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ട്രൈപോഡ് ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി, പിന്നെ ഒരു 32 GB മെമ്മറി കാർഡ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇനി ഇതിൻ്റെ പാക്കിൽ ബില്ലുണ്ട്, അത് നമ്മൾ എടുത്തു വെക്കണം. കാരണം ഗോപ്രോ ക്യാമറയുടെ വാറണ്ടി രജിസ്ട്രേഷനൊക്കെ നമുക്ക് ഈ ബില്ല് ആവശ്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ഇവിടെ തന്നെ നമുക്ക് വാറണ്ടി കാർഡ്, ഇത് 1 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടിയുടെ കാർഡാണ്. നോർമൽ ഗോപ്രോന് 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് ഇയർ എക്സ്റ്റൻഡഡ് 1 ഇയർ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 ഇയേഴ്സ് വാറണ്ടി ഉണ്ട് ഗോപ്രോ ക്യാമറയ്ക്ക്. പിന്നെ ഇത് എന്തോ അവരുടെ ഒരു പ്രൊമോഷൻ സംതിങ് എന്തോ ആണ്, അത് നമുക്ക് നോക്കാം. ഇതാണ് ഹീറോ 7 ബണ്ടിൽ, സ്പെഷ്യൽ ബണ്ടിലാണ്. ഇത് ക്യാമറ ഹൈപ്പർ സ്മൂത്ത് ക്യാമറയാണ്, ജിംബൽസിൻ്റെ ഒന്നും ആവശ്യമില്ല, വിതൗട്ട് ഷേക്ക് പ്രൂഫ്. ഇതിവിടെ ഗോപ്രോയുടെ ഒഫീഷ്യൽ ഹോളോഗ്രാം ഉണ്ട്, ഇത് ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ സിമ്പിളാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഗോപ്രോ ക്യാമറയുടെ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഹീറോ 7 ബ്ലാക്ക് ആണ്, ഹീറോ 7 തന്നെ സിൽവറും വൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത് ആക്സസറീസ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ട്രൈപോഡ് ഉണ്ട്, ഒരു മിനി ട്രൈപോഡ്, പിന്നെ ഒരു ബാറ്ററി എക്സ്ട്രാ ഉണ്ട്, പിന്നെ 32 GB മെമ്മറി കാർഡ് ഉണ്ട്. ഇത് നോർമൽ ക്യാമറ മാത്രമായിരിക്കും, ഇതിൻ്റെ കൂടെ അതൊന്നും കിട്ടാറില്ല. ഇതൊരു സ്പെഷ്യൽ പാക്കേജാണ്. പിന്നെ ഇതിൻ്റെ മേലെ 12 MP ക്യാമറയാണ് ഇതിൻ്റെ അകത്തുള്ളത്. 4K റെസൊല്യൂഷൻ വീഡിയോയും എടുക്കാം, വാട്ടർ പ്രൂഫാണ്, ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, പിന്നെ 8x ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതെന്താ പുറകിൽ എഴുതിയിരിക്കുന്നത്, ഇത് ഗൂഗിൾ പ്ലേയിലും ആപ്പിളിൻ്റെ ഇതിലും ഒരു ഗോപ്രോ ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്കിത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ ജനറൽ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് 30,500 MRP. അപ്പോൾ നമുക്കിത് ആമസോണിൽ ഓഫറിന് കിട്ടിയത് 26,999 ആണ്, അതായത് 27,000. നല്ലൊരു ഓഫറാണ്, ഇത്രയും ആക്സസറീസ് കൂടെ ഗോപ്രോ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ നോക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഐറ്റംസ് ഉള്ളത്. നല്ല ഒരു പാക്കിംഗ് തന്നെയാണ് ഗോപ്രോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ ഇതിൻ്റെ ഉള്ളിലുള്ള മൗണ്ടിങ്ങിനെ നോക്കിയാൽ മതി. നല്ല ഉള്ളിലൊരു സ്ക്വയർ ബോക്സിൻ്റെ മുകളിലൊരു സ്പെഷ്യൽ ടോപ്പിൻ്റെ മേലെയാണ് ക്യാമറ ഫിക്സ് ചെയ്ത് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ അത് എങ്ങനെയാണ് അഴിച്ചെടുക്കേണ്ടതെന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ക്യാമറ ഇതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്ത് ഇതിൻ്റെ സ്ക്രീനിൽ അതിപ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചതാണ് ഫോർ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് അഴിക്കാൻ നോക്കാം.
ഇതിവിടെ ഈ നോബ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ ഈ മൗണ്ടിങ് നമുക്ക് അഴിച്ചെടുക്കാം പുറത്തേക്ക്. അതുപോലെ തന്നെ ബാക്കിൽ വേറൊരു പ്രസ് ബട്ടൺ ഉണ്ട്, അത് വെച്ച് നമുക്കിത് മൗണ്ടിങ് അഴിക്കാം. ഇപ്പം നമുക്ക് നോബ് അഴിച്ചിട്ട് ക്യാമറ പുറത്തെടുക്കാം. അങ്ങനെ നമ്മൾ ഗോപ്രോ ഇത് മൗണ്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ അഴിച്ചെടുത്തു. അതാണ്. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഈ അഴിച്ചെടുത്ത സ്ക്രൂ നമ്മളവിടെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. കാരണം ഇത് മറ്റേ ഹെൽമെറ്റ് മൗണ്ടിങ്ങിലൊക്കെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഈ മൗണ്ടിങ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് കളയാൻ പാടില്ല. അത് നമുക്കിവിടെ പിന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ക്യാമറയുടെ ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് നോക്കാം. ഇതിൽ ഒരു യൂസർ മാനുവൽ കാണുന്നുണ്ട്. ഗോപ്രോയുടെ ക്യാമറ യൂസർ മാനുവലാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ഗോപ്രോയുടെ 2 സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെയോ ഹാവ് ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ ഇതിൻ്റെ അകത്ത് പിക്ചർ മാനുവൽ ഒന്നുണ്ട്, എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൽ ബാറ്ററി റിമൂവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒക്കെ ഒരു പിക്ചർ മാനുവലാണിത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, ഇത് ആദ്യം തന്നെ മെമ്മറി കാർഡാണ് കിട്ടിയത്. 32 GB സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡാണ്. അതിൻ്റെ കൂടെ അഡാപ്റ്ററുണ്ട്. പിന്നെ ഇതിൻ്റെ ഗോപ്രോയുടെ ഒരു ബാറ്ററി ഉണ്ട്. ഇത് 1220 mAh ബാറ്ററിയാണ്. പിന്നെ ഒരു ചാർജിങ് കേബിൾ ആണുള്ളത്. ചാർജിങ് കേബിൾ. പിന്നെ ഇത് എക്സ്ട്രാ ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ ഓഫറിന് കിട്ടിയത്. നോർമലി ഒരു ബാറ്ററി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെന്താ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ, ഇത് ഹെൽമെറ്റ് മൗണ്ടിങ് ബ്രാക്കറ്റാണ്. താഴെ ഗമ്മുണ്ട്, ഇത് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ ഇനി ബാക്കിയുള്ളത് എന്താണ്, ഒരു ട്രൈപോഡ്. ഇത് ഷോട്ടി എന്ന് പറയും, ഗോപ്രോയുടെ ഒറിജിനൽ ഷോട്ടിയാണ്. ചെറിയൊരു മിനി ട്രൈപോഡ് കം സെൽഫി സ്റ്റിക്ക് മാതിരി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇത്ര നീളം വരെ ഉണ്ടാവും. ഇത് നല്ലൊരു ഹാൻഡി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ആസ് എ ട്രൈപോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പാക്കിൽ നിന്ന് കിട്ടിയത്. എന്തായാലും ഇത് നല്ലൊരു ഓഫറാണ്. ഹോളിഡേ പാക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഹോളിഡേ ബണ്ടിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഗോപ്രോ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓഫറാണ്. 27,000 to 30,000 ആണ് നോർമൽ. ഓഫറിന് നമുക്ക് 27,000 ആണ് കിട്ടിയത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന വിധത്തിൽ മൗണ്ടിങ്ങോടെ അഴിച്ചെടുക്കാൻ നോക്കാം. ഇതിൻ്റെ മേലെ നിന്ന് ഈ കാണുന്ന റബ്ബർ ഗ്രിപ്പ് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു ക്ലിപ്പ് ടൈപ്പ് കാണാം. അത് പ്രസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ മൗണ്ടിങ്ങോട് കൂടെ തന്നെ പുറത്തേക്ക് വരുന്നതാണ്. ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് കാണാം. അത് പാക്കിങ്ങിൽ സേഫ്റ്റിക്ക് വേണ്ടി കമ്പനി ഫിറ്റ് ചെയ്തതാണ്. നമുക്കത് ഈ സ്ക്രൂ അഴിച്ചിട്ട് അത് റിമൂവ് ചെയ്ത് കളയാം. അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഇതിന് ഹെൽമെറ്റ് മൗണ്ടിങ്ങിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് ഹെൽമെറ്റ് മൗണ്ടിങ്. ഇത് ചെറിയൊരു കേർവ്ഡ് ഷേപ്പിലാണുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഗമ്മുണ്ട്. ഈ സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഹെൽമെറ്റിൽ ഒട്ടിച്ചു വെക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ട്രാക്ക് കാണാം. ഇതിനുള്ളിലേക്കാണ് ഇതിനെ ഗോപ്രോയുടെ സ്ലൈഡ് ചെയ്ത് കയറ്റേണ്ടത്. ഈ റബ്ബർ സ്ലീവ് കുറച്ച് പൊക്കി വെച്ചതിന് ശേഷം നമുക്കിതിനെ ഇതിനുള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റാം. അപ്പോൾ അതവിടെ ഫിക്സായി നിൽക്കും. അതിനുശേഷം ആ റബ്ബർ സ്ലീവ് അമർത്തി അവിടെ ലോക്ക് ചെയ്യാം. ഇത്രയേ വേണ്ടൂ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ മൗണ്ടിങ് ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മുടെ ഷോട്ടിയിൽ എങ്ങനെയാണ്
ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് നേരെ ഗോപ്രോ ഇതിനുള്ളിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ആ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ആസ് എ സെൽഫി സ്റ്റിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മൗണ്ടിങ് കവർ എങ്ങനെയാണ് അഴിക്കാൻ നോക്കാം. ഇവിടെ മുകളിൽ ഈ ഒരു ക്ലിപ്പ് ടൈപ്പ് ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ കവർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം ക്യാമറ ഇങ്ങനെ പുറകിലോട്ട് തള്ളി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ GoPro Hero 7 ക്യാമറ അതിൻ്റെ മൗണ്ടിങ്ങിൽ നിന്ന് അഴിച്ചെടുത്തു. ഇനി ഇത് ക്യാമറയിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ക്യാമറ ഓൺ ചെയ്യാനുള്ള സ്റ്റാർട്ട് ബട്ടണാണിത്. പിന്നെ ഇത് മുകളിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള സ്വിച്ചാണ്. പിന്നെ ബാക്കിൽ ഇതാണ് നല്ല ഒരു ഡിസ്പ്ലേ സ്ക്രീൻ തന്നെയുണ്ട്, നല്ല ഭംഗിയുണ്ട്. സൈഡിൽ ഇവിടെ Black 7 എഴുതിയിട്ടുണ്ട്. 12 MP ലെൻസ് ആണിത്. GoPro എന്ന് നല്ല വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ഡിസ്പ്ലേ ആണ്. ഇതിൽ ബാറ്ററി ഒക്കെ എത്രയുണ്ട് എന്നൊക്കെ ഡിജിറ്റലി കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ. ബാക്കി ഇവിടെ ഈ കവർ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചാർജിങ് പോയിന്റും HDMI പോയിന്റും ഉണ്ട്. നമുക്ക് ചാർജിങ് കേബിൾ ബോക്സിലുണ്ടായിരുന്നു, അത് ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് ചാർജ് ചെയ്യുക. ഇതാണ് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ഇതിനുള്ളിൽ ബാറ്ററി ഇടാനുള്ള സ്ഥലമുണ്ട്. പിന്നെ മൈക്രോ SD കാർഡും ഇതിനുള്ളിലാണ് ഇടുന്നത്. അത് നമുക്ക് ഇട്ട് നോക്കാം. ഇത് നമുക്ക് ക്യാമറയുടെ കൂടെ കിട്ടിയ 32 GB മെമ്മറി കാർഡാണ്, സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡ്. അത് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. മെമ്മറി കാർഡ് ഇടുമ്പോൾ ഡിസ്പ്ലേയുടെ അതേ ഡയറക്ഷനിൽ മെമ്മറി കാർഡിൻ്റെ ടോപ്പ് പോർഷൻ വരുന്ന വിധത്തിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനുള്ളിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഒരു ടിക്ക് സൗണ്ട് കേൾക്കും. അപ്പോൾ കാർഡ് നന്നായി ഇൻസേർട്ട് ആയെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ബാറ്ററി ഇതിനുള്ളിലേക്ക് ഫിറ്റ് ചെയ്യാം. ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യാനാണ് ഈ ഒരു ചെറിയൊരു ലീഫ്ലെറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ ബാറ്ററി പുറത്തേക്ക് ഊരി വരുന്നതായിരിക്കും. ബാറ്ററി ഇട്ടതിന് ശേഷം ഇത് കവർ നന്നായി ക്ലോസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇത് കവർ നന്നായി ക്ലോസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്താം. ഇനി നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. ഈ സൈഡിൽ ഓൺ ബട്ടൺ ഞാനിത് പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലെന്താ വരുന്നത് നോക്കാം. ഇവിടെ Hero 7 ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേ വന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററിയുടെ എത്ര ബാക്കിയുണ്ട്, മെമ്മറി കാർഡിൽ എത്ര സ്പേസ് ഉണ്ട്, ഏത് മോഡലാണെന്നൊക്കെ ഇതിൽ കാണാം. ഇപ്പോൾ ഇതിൽ കുറച്ച് ഇനീഷ്യൽ സെറ്റപ്പ് നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ലാംഗ്വേജ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു, നമ്മൾ ടിക്ക് പ്രസ് ചെയ്തു. അതിനുശേഷം GoPro ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമ്മൾ എഗ്രി ചെയ്യുകയാണ്. അടുത്ത GPS ലൊക്കേഷൻ ഓൺ ചെയ്യാനാണ് പറയുന്നത്. അത് നമുക്ക് ഓൺ ചെയ്യാം. ഇപ്പോൾ വരുന്ന ഡിസ്പ്ലേയിൽ GoPro ആപ്പുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ GoPro ആപ്പ് നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതുമായിട്ട് ഇത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലേറ്റർ കൊടുത്തിട്ട് നമുക്ക് ബാക്കി സെറ്റിങ്സ് നോക്കാം, എന്നിട്ട് ബാക്കി ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യണം. ഇന്നത്തെ ഡേറ്റ് നമുക്ക് ഇടാം. നെക്സ്റ്റ് ടൈമാണ് സെറ്റ് ചെയ്യേണ്ടത്. ടൈം സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളെ ക്യാമറ യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഡിസ്പ്ലേയിൽ നമ്മൾ ബാറ്ററി എത്രയുണ്ട്, മെമ്മറി കാർഡിൽ എത്ര സ്പേസ് ഉണ്ട്, ബാക്കി വീഡിയോ മോഡ്, ക്യാമറ മോഡ്, പിന്നെ വീഡിയോ എത്ര സെറ്റിങ്സ് എന്താണ് വീഡിയോയുടെ, അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ ഈ ഡിസ്പ്ലേയിൽ അതുപോലെ തന്നെ ഡിജിറ്റലി ബാറ്ററി റിമൈനിങ്, ഹാർഡ് ഡിസ്ക്, ഇത് മെമ്മറി കാർഡിൽ എത്ര സ്പേസ് ഉണ്ട്, ഏതാണ് മോഡ്, എത്ര വീഡിയോ എടുത്തു, ഇതൊക്കെ
ഈ ഡിസ്പ്ലേയിലും കാണിക്കും. ഇവിടെ സൈഡിലുള്ള പവർ ബട്ടൺ തന്നെയാണ് മോഡ് ബട്ടണും. അത് പ്രസ് ചെയ്യുന്ന വഴി നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം. ഫോട്ടോ, വീഡിയോ, പിന്നെ ടൈം ലാപ്സ്. ഈ 3 മോഡാണ് ഇതിനുള്ളത്. ക്യാമറയുടെ ബാറ്ററി സേവ് ചെയ്യാൻ ഇനീഷ്യലി നമുക്ക് ചെയ്യേണ്ടത് സെറ്റിങ്സ് ആണ്. ഒന്ന്, ഇവിടെ GPS ഓൺ ആയിരിക്കും, അത് ഓഫാക്കി വെക്കുക മാക്സിമം. ഓൾവേസ് ഓൺ വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അത് കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യും. പിന്നെ വൈഫൈ ഓൺ ആയിരിക്കും, അതും ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ ഇതിൽ ഓഫാണുള്ളത്. പിന്നെ വൈഫൈ 50 ഹെർട്സിൻ്റെ വൈഫൈ ആണ്, നമുക്ക് ഫോണുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം ആവശ്യത്തിന്. പിന്നെ ജനറൽ സെറ്റിങ്സിൽ വോളിയം, ബീപ്പ് സൗണ്ടിൻ്റെ വോളിയം ഹൈ ലോ ഒക്കെ നമുക്ക് മാറ്റാം. പിന്നെ LED ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഒക്കെ നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം. ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുക, വൈഫൈ ഓഫാക്കി വെക്കുക, GPS ഓഫാക്കി വെക്കുക. പിന്നെ വോയിസ് റെക്കഗ്നിഷൻ ഉണ്ട്, അതും നമുക്ക് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കൂടുതൽ സമയം യൂസ് ചെയ്യാം. മെയിൻലി ഗോപ്രോയുടെ ബാറ്ററി ലൈഫ് കുറവാണ് എന്നതാണ് ഒരു ഡ്രോബാക്ക് ഇതിന് എല്ലാവരും പറയുന്നത്. ഏകദേശം ഒരു ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ HD വീഡിയോ എടുക്കുമ്പോൾ 1 മണിക്കൂർ എടുക്കാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് GPS റീജിയണിൽ പോയി കഴിഞ്ഞാൽ GPS ഓഫാക്കി വെക്കാം. ഇനി ഒന്നുകൂടി പറയാനുള്ളത് ക്യാമറ എങ്ങനെ ഓഫാകാമെന്നാണ്. ഇത് ഓൺ ബട്ടൺ തന്നെയാണ് ഓഫാകാനും. അത് ഒരു 2-3 സെക്കൻഡ് കൂടുതൽ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ GoPro Hero 7 ബ്ലാക്ക് സ്പെഷ്യൽ ബണ്ടിൽ പാക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങൾ. നല്ലൊരു ഓഫറാണിത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിങ്ങൾ സെർച്ച് ചെയ്യുക. ഒരു വ്ളോഗറോ ട്രാവലിംഗ് ചെയ്യുന്നയാളോ വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ GoPro വാങ്ങിക്കുമ്പോൾ ഈ സ്പെഷ്യൽ ബണ്ടിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത്. ഇതിൻ്റെ കൂടെ ആക്സസറീസും കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. GoPro വെച്ചെടുത്ത കുറച്ച് വീഡിയോസ് ഞങ്ങൾ ഇവിടെ ഇടാം. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ ഈവനിങ് ടൈമിൽ പോയപ്പോൾ ഉള്ളതാണ്. നല്ല ക്ലാരിറ്റി, ആ പിക്ചർ ക്വാളിറ്റിയും ആ ഷേക്കില്ലാത്ത ആ വീഡിയോ നമുക്ക് കാണാം ഇവിടെ. GoPro Hero 7 ബ്ലാക്കിൻ്റെ സ്പെഷ്യൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ സ്മൂത്ത് ആണ്. ഇതിൽ ഷെയ്ക്കൊന്നുമില്ല, നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ.